ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഉച്ചയൂണിൻ്റെ തയ്യാറെടുപ്പാണ്. എനിക്കിവിടെ കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി അവ അരിഞ്ഞ് 2-3 പച്ചമുളക് ചേർത്ത് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു അര സ്പൂൺ കടുക്, ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 2 പച്ചമുളകും, കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനത് തുറന്ന് എയർ ഫ്രയർ ഒന്ന് നോക്കുന്നുണ്ട്. അത് ഫ്രൈ ആയി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചടിയാണ് പാവയ്ക്ക പച്ചടി. എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയും എടുക്കാം. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി വയ്ക്കാൻ പറ്റും നമുക്ക്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാവയ്ക്ക പച്ചടിയാണിത്. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മുറ്റിയ പാവയ്ക്കയുടെ ആവശ്യമില്ല. ഇളം പാവയ്ക്കാണ് നല്ലത്. അതിന് കുറച്ച് കയ്പ്പ് കുറവായിരിക്കും. ഇനി എനിക്കിന്നിവിടെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാനതിന് പെട്ടെന്നൊരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് മാങ്ങ അച്ചാർ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് ബാക്കി വന്നത് ചെറിയ പീസുകൾ, അത് കുറച്ച് പുളിപ്പുള്ള പീസുകളാണ്. അവയെ ഞാൻ കുറച്ച് തേങ്ങയും ചേർത്ത് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഇത് അച്ചാറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇവ ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഏകദേശം 1 സ്പൂണോളം വരും ഇത് രണ്ടും കൂടെ. ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിന് കായവും ആഡ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ശേഷം കുറച്ച് നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നല്ലെണ്ണ ഒരു ചെറിയൊരു ഇതുപോലെ കടായി വെച്ച് നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അതിന് ഞാനിന്ന് ചെമ്പാവരി ചോറാണ് വെച്ചത്. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ രുചികരമായ പാവയ്ക്ക പച്ചടി, അതിനുശേഷം മാങ്ങ തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി, നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല ടേസ്റ്റായിരുന്നു മാങ്ങ അച്ചാർ. പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയ കടലക്കറിയാണ്, തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള. ഇവിടെ എല്ലാവർക്കും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും ഊണ് കഴിക്കാം.